സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് സ്റ്റഡി ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കേൾക്കാം. കാനായിലെ വിവാഹ വിരുന്ന് നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ്: യഹൂദയായിൽ, ശമരിയായിൽ, ഗലീലിയിൽ, ജെറുസലേമിൽ. ഇതിന്റെ ശരിയുത്തരം ഗലീലിയിൽ. അടുത്ത ചോദ്യം: അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: മണവാളൻ, കലവറക്കാരൻ, യേശുവിൻ്റെ അമ്മ, പരിചാരകർ. ഇതിന് ശരിയുത്തരം യേശുവിൻ്റെ അമ്മ. അടുത്ത ചോദ്യം: യേശുവിൻ്റെ അമ്മ പരിചാരകരോട് എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ്: വീഞ്ഞ് വാങ്ങാൻ പോവുക, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, വീഞ്ഞ് പകർന്ന് കലവറക്കാരന് കൊടുക്കുക, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. ഇതിന്റെ ശരിയുത്തരം അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അടുത്ത ചോദ്യം: കാനായിൽ എത്ര കൽഭരണികളാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ്: 3, 5, 6, 12. ഇതിന് ശരിയുത്തരം 6. അടുത്ത ചോദ്യം: അവിടെ ഉണ്ടായിരുന്ന കൽഭരണികൾ എന്തിനുള്ളതായിരുന്നു? ഓപ്ഷൻസ്: വീഞ്ഞ് സൂക്ഷിക്കാൻ, യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കാൻ, ധാന്യങ്ങൾ സൂക്ഷിക്കാൻ, എണ്ണ ശേഖരിക്കാൻ. ഇതിന്റെ ശരിയുത്തരം യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കാൻ. അടുത്ത ചോദ്യം: ഓരോ കൽഭരണിയിലും എത്ര അളവ് കൊള്ളുമായിരുന്നു? ഓപ്ഷൻസ്: 1, 2, 2, 3, 4, 5, 10, 12. ഇതിന് ശരിയുത്തരം 2, 3. അടുത്ത ചോദ്യം: ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു ആരോടാണ് കൽപ്പിച്ചത്? ഓപ്ഷൻസ്: ശിഷ്യന്മാരോട്, മണവാളനോട്, പരിചാരകരോട്, കലവറക്കാരനോട്. ഇതിന് ശരിയുത്തരം പരിചാരകരോട്. അടുത്ത ചോദ്യം: യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് പരിചാരകർ ഭരണികളിൽ വെള്ളം എത്രത്തോളം നിറച്ചു? ഓപ്ഷൻസ്: പകുതിയോളം, നിറയെ, മുഴുവനും, വക്കോളം. ഇതിന് ശരിയുത്തരം വക്കോളം. അടുത്ത ചോദ്യം: വെള്ളം നിറച്ചതിന് ശേഷം അത് പകർന്ന് ആരുടെ അടുത്ത് കൊണ്ടു ചെല്ലാനാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: മണവാളന്റെ, പുരോഹിതന്റെ, കലവറക്കാരന്റെ, മണവാട്ടിയുടെ. ഇതിന് ശരിയുത്തരം കലവറക്കാരന്റെ. അടുത്ത ചോദ്യം: വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയത് ആരാണ്? ഓപ്ഷൻസ്: യേശു, യേശുവിൻ്റെ അമ്മ, കലവറക്കാരൻ, മണവാളൻ. ഇതിന് ശരിയുത്തരം കലവറക്കാരൻ. അടുത്ത ചോദ്യം: വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് അറിയാതിരുന്നത് ആരാണ്? ഓപ്ഷൻസ്: പരിചാരകർ, ശിഷ്യന്മാർ, കലവറക്കാരൻ, മണവാളൻ. ഇതിന്റെ ശരിയുത്തരം കലവറക്കാരൻ. അടുത്ത ചോദ്യം: വീഞ്ഞായി മാറിയ വെള്ളം എവിടെ നിന്നാണെന്ന് കൃത്യമായി അറിഞ്ഞിരുന്നത് ആരാണ്? ഓപ്ഷൻസ്: പരിചാരകർ, യേശുവിൻ്റെ അമ്മ, കലവറക്കാരൻ, മണവാളൻ. ഇതിന് ശരിയുത്തരം പരിചാരകർ. അടുത്ത ചോദ്യം: വീഞ്ഞ് രുചിച്ചു നോക്കിയ ശേഷം കലവറക്കാരൻ ആരെയാണ് വിളിച്ചത്? ഓപ്ഷൻസ്: യേശുവിനെ, പരിചാരകരെ, മണവാളനെ, യേശുവിൻ്റെ അമ്മയെ. ഇതിന് ശരിയുത്തരം മണവാളനെ. അടുത്ത ചോദ്യം: യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം എവിടെയാണ് നടന്നത്? ഓപ്ഷൻസ്: ജെറുസലേമിൽ, നസ്രത്തിൽ, ഗലീലിയിലെ കാനായിൽ, കഫർനാമിൽ. ഇതിന്റെ ശരിയുത്തരം ഗലീലിയിലെ കാനായിൽ. അടുത്ത ചോദ്യം: കാനായിലെ അത്ഭുതത്തിന് ശേഷം യേശു എങ്ങോട്ടാണ് പോയത്? ഓപ്ഷൻസ്: ജെറുസലേമിലേക്ക്, ജോർദാനിലേക്ക്, കഫർനാമിലേക്ക്, ബെത്ലഹേമിലേക്ക്. ഇതിന് ശരിയുത്തരം കഫർനാമിലേക്ക്. അടുത്ത ചോദ്യം:
യേശുവും കൂടെയുള്ളവരും കഫർനാമിൽ എത്ര ദിവസം താമസിച്ചു? ഓപ്ഷൻസ്: 1 വർഷം, ഏതാനും ദിവസം, 1 മാസം, താമസിച്ചതേയില്ല. ഇതിന് ശരിയുത്തരം ഏതാനും ദിവസം. അടുത്ത ചോദ്യം: യഹൂദരുടെ ഏത് തിരുനാൾ അടുത്തപ്പോഴാണ് യേശു ജെറുസലമിലേക്ക് പോയത്? ഓപ്ഷൻസ്: കൂടാരപ്പെരുന്നാൾ, പെന്തക്കോസ്ത, ആദ്യഫലങ്ങളുടെ തിരുനാൾ, പെസഹ. ഇതിന് ശരിയുത്തരം പെസഹ. അടുത്ത ചോദ്യം: പെസഹ അടുത്തപ്പോൾ യേശു എങ്ങോട്ടാണ് പോയത്? ഓപ്ഷൻസ്: കാനായിലേക്ക്, നസ്രത്തിലേക്ക്, ജെറുസലേമിലേക്ക്, കഫർനാമിലേക്ക്. ഇതിന്റെ ശരിയുത്തരം ജെറുസലേമിലേക്ക്. അടുത്ത ചോദ്യം: യേശു ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ശിഷ്യന്മാർ അനുസ്മരിച്ച വിശുദ്ധ ലിഖിതം ഏതാണ്? ഓപ്ഷൻസ്: അവിടുത്തെ നിയമങ്ങൾ ഞാൻ പാലിക്കും, അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, കർത്താവ് എൻ്റെ ഇടയനാകുന്നു. ഇതിന് ശരിയുത്തരം അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും. അടുത്ത ചോദ്യം: നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. ഇത് ആരാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: മോശ, യേശു, യഹൂദ പ്രമാണിമാർ, പീലാത്തോസ്. ഇതിന് ശരിയുത്തരം യേശു. യഹൂദരുടെ അഭിപ്രായത്തിൽ ജെറുസലേം ദേവാലയം പണിയുവാൻ എത്ര സംവത്സരമെടുത്തു? ഓപ്ഷൻസ്: 30, 46, 50, 40. ഇതിന് ശരിയുത്തരം 46. അടുത്ത ചോദ്യം: യേശു ദേവാലയം എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻസ്: ജെറുസലേമിലെ വലിയ കെട്ടിടത്തെപ്പറ്റി, തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റി, കഫർനാമിലെ സിനഗോഗിനെ പറ്റി, സ്വർഗീയ ദേവാലയത്തെപ്പറ്റി. ഇതിന് ശരിയുത്തരം തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റി. യേശു തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ് സംസാരിച്ചതെന്ന് ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടത് എപ്പോഴാണ്? ഓപ്ഷൻസ്: കാനായിലെ അത്ഭുത സമയത്ത്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ, പീഡാസഹന സമയത്ത്, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ. ഇതിന്റെ ശരിയുത്തരം അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ. അടുത്ത ചോദ്യം: യേശു ഉയർപ്പിക്കപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ എന്താണ് വിശ്വസിച്ചത്? ലോകാവസാനം അടുത്തു എന്ന്, യേശു ദൈവപുത്രനെന്ന്, വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും, യേശുവിൻ്റെ കൽപ്പനകൾ. ഇതിന് ശരിയുത്തരം വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും. അടുത്ത ചോദ്യം: യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവം മറ്റ് ഏതെല്ലാം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഓപ്ഷൻസ്: മത്തായി, മർക്കോസ്, ലൂക്ക. മത്തായി മാത്രം, മർക്കോസ്, ലൂക്ക മാത്രം, മറ്റൊരു സുവിശേഷത്തിലും ഇല്ല. ഇതിന് ശരിയുത്തരം മത്തായി, മർക്കോസ്, ലൂക്ക. അടുത്ത ചോദ്യം: കാനായിലെ വിവാഹ വിരുന്ന് മറ്റ് ഏതെല്ലാം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഓപ്ഷൻസ്: മത്തായി, മർക്കോസ്, ലൂക്ക. മത്തായി മാത്രം, മർക്കോസ്, ലൂക്ക മാത്രം, മറ്റൊരു സുവിശേഷത്തിലും ഇല്ല. ഇതിന് ശരിയുത്തരം മറ്റൊരു സുവിശേഷത്തിലും ഇല്ല. പെസഹ തിരുനാളിന് യേശു എവിടെയായിരിക്കുമ്പോഴാണ് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചത്? ഓപ്ഷൻസ്: കാനായിൽ, കഫർനാമിൽ, ജെറുസലേമിൽ, നസ്രത്തിൽ. ഇതിന് ശരിയുത്തരം ജെറുസലേമിൽ. അടുത്ത ചോദ്യം: ജെറുസലേമിൽ വെച്ച് ജനങ്ങൾ വിശ്വസിച്ചെങ്കിലും യേശു അവരെ എന്തു ചെയ്തില്ല? ഓപ്ഷൻസ്: അനുഗ്രഹിച്ചില്ല, പഠിപ്പിച്ചില്ല, വിശ്വസിച്ചില്ല, കൂടെ കൂട്ടിയില്ല. ഇതിന് ശരിയുത്തരം വിശ്വസിച്ചില്ല. അടുത്ത ചോദ്യം: യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു പ്രവർത്തിച്ച ആദ്യത്തെ അടയാളം ഏതാണ്? ഓപ്ഷൻസ്: അന്ധന് കാഴ്ച നൽകിയത്, ലാസറിനെ ഉയർപ്പിച്ചത്,
അഞ്ചപ്പം 5000 പേർക്ക് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത്? ഇതിന് ശരിയുത്തരം കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.